സ്നേഹനന്ദങ്ങൾ പ്രിയുള്ളവരെ, നല്ല ഒരു ഞായറാഴ്ചയാണ്. എനിക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ദൈവമക്കൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു ദിവസം. ഭൂലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടൊപ്പം ഞങ്ങളും ഇന്ന് ഞങ്ങളുടെ ദേശത്ത് ആരാധിച്ചു. ആരാധനയ്ക്ക് ശേഷം എനിക്ക് തോന്നി ഒരു കൊച്ചു സാക്ഷ്യ വീഡിയോ ചെയ്യണമെന്ന്. കാരണം ഇന്ന് ഞങ്ങളുടെ ചർച്ചിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മിക ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഈ എൻ്റെ വീഡിയോയുടെ തൊട്ടപ്പുറത്തോടുന്ന ഒരു വീഡിയോ, അത് ഞങ്ങളുടെ ചർച്ചിൻ്റെ വിഷ്വൽസാണ്. അതിനകത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ദൈവദാസിയെക്കുറിച്ച് ഞങ്ങളുടെ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു സാക്ഷ്യം പറയാനാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റാണ്, ദൈവസന്നിധിയിൽ നീതിയല്ല. എപ്പോഴും നമ്മൾ പിന്നിട്ട വഴികളിൽ നമ്മളോട് കൂടെ നടന്നവർ, നല്ല വാക്ക് പറഞ്ഞവർ, ആത്മീക ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, പ്രവചന ദൂതുകളിലൂടെ നമ്മളെ ശക്തീകരിച്ചവർ, അവരെ നമ്മൾ മറക്കരുത്. അതുകൊണ്ടാണ് ഈ സാക്ഷി വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ചർച്ച് ആരംഭിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 2010 ജൂൺ മാസം 6-ാം തീയതി ഒരു കൊച്ചു സഭയായിട്ട്, കുഞ്ഞു സഭയായിട്ടാണ് തുടങ്ങിയത്. ഞാൻ അന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ചർച്ചിൽ നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ പാർക്കുന്ന ദേശത്തൊരു വേല തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അവരെന്നെ പ്രാർത്ഥിച്ച് അയച്ചു. അങ്ങനെ ഒരു ചെറിയ വേല ഇൻഡിപെൻഡൻ്റായിട്ട് തുടങ്ങുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഒരു കുഞ്ഞ് തോൽ വിരിച്ചു. ഞാൻ ഈ തുടങ്ങുന്ന കൂട്ടായ്മ ദൈവഹിത പ്രകാരമാണ്. ഒരു 40 ദിവസം ഉപവസിച്ചൊക്കെയാണ് ഈ ചർച്ച് തുടങ്ങിയത്. അന്ന് ആരോ എന്നോട് ആ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ചോദിച്ചു, ഞാൻ പാർക്കുന്ന സ്ഥലത്ത് ഇവിടുത്തെ പാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ കണക്കനുസരിച്ച് 86 പാസ്റ്റർമാരുണ്ട്. ചോദ്യം, 87-ാമനായിട്ട് നിൻ്റെ ആവശ്യം എന്താണ്? ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ശരിയല്ലേ, 87-ാമനായിട്ട് എൻ്റെ ആവശ്യം എന്താണ്? ഒരു വിശ്വാസിയുമില്ലാത്ത ഏതെങ്കിലും ദേശത്തേക്ക് എന്നെ അയച്ചാൽ ഞാൻ പോകാം. കർത്താവ് എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ എത്ര ദൈവദാസന്മാർ, എത്ര ചർച്ചസ് ഉണ്ടെന്നുള്ളതല്ല. വെളിപ്പാട് പുസ്തകത്തിലെ സഭകൾ, 7 സഭകൾ, ആ സഭകളിൽ നിന്നുള്ള ചില പാഠങ്ങൾ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ സംസാരിച്ചു, ഈ ദേശത്ത് ഫിലദൽഫിയ സഭ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവം സ്നേഹിക്കുന്ന ഒരു ചർച്ച്, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതൊരു വലിയ ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഇന്നും എല്ലാവരോടും പറയുന്നത്, എല്ലാ ദേശങ്ങളിലും ദൈവം സ്നേഹിക്കുന്ന സഭകളുണ്ടാകണം. എല്ലാ പട്ടണങ്ങളിലും ദൈവം സ്നേഹിക്കുന്ന സഭകളുണ്ടാകണം. ആദ്യത്തെ സഭായോഗത്തെക്കുറിച്ച് മനോരമ പത്രത്തിൻ്റെ ബോംബെ എഡിഷൻ്റെ ലാസ്റ്റ് പേജിൽ ഒരു ചെറിയ കോളം, കാരണം വലിയ കോളം അഡ്വർടൈസ്മെൻ്റൊന്നും കൊടുക്കുവാൻ അന്ന് കയ്യിൽ പണമില്ല, ഏതാണ്ട് 3000-ഓ 4000-ഓ രൂപ മുടക്കി ഒരു ചെറിയ കോളം അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ഒരു ആത്മിക കൂട്ടായ്മ ആരംഭിക്കുന്നു. ആരെങ്കിലും ഈ പറഞ്ഞ ആത്മിക ശുശ്രൂഷകളിൽ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കടന്നു വരാം. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ആരും വന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ ഞാൻ ഒരു തോല് വിരിച്ചു. തോലിങ്ങനെയായിരുന്നു, ആദ്യത്തെ സഭായോഗത്തിന് 12 പേരുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഇത് ദൈവഹിത പ്രകാരം തുടങ്ങിയ സഭയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, 1-ാമത്തെ സഭായോഗത്തിന് 12 പേർ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. ആ 12-ൽ എൻ്റെ കുടുംബം, ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളന്ന് ചെറിയ മക്കളാണ്, അവരുൾപ്പെടെ തലയെണ്ണിയപ്പോൾ 4 വയസ്സോളമുള്ള എൻ്റെ മകളും 8 വയസ്സുള്ള എൻ്റെ മകനും പിന്നെ 2-3 അമ്മച്ചിമാർ വന്നു. അവരുടെ കൊച്ചുമക്കൾ
4-5 വയസ്സുള്ള ചില കുഞ്ഞുങ്ങൾ എല്ലാവരെയും കൂടെ തലയെണ്ണിയപ്പോൾ 12 പേരുള്ള ഒരു കൂട്ടായ്മ. എനിക്കൊരു കാര്യം വിശ്വാസമായി, പറഞ്ഞ സംഖ്യ ഒപ്പിച്ച് ദൈവം തന്നു. അങ്ങനെ ആ സഭ തുടങ്ങി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, 12 പേരോ, ചിലപ്പോൾ 8 പേര്, ചിലപ്പോൾ 10 പേര്, ചിലപ്പോൾ 15 പേര്, ഇങ്ങനെയൊക്കെ വരുന്നൊരു കൂട്ടായ്മയായിട്ടാണ് ആദ്യത്തെ ഏതാണ്ട് ഒരു 7-8 മാസം ആ സഭ പോയത്. ആ സമയത്താണ് നമ്മൾ ഇപ്പോൾ സ്റ്റേജിൽ കാണുന്ന ദേവദാസി യാദൃച്ഛിക ഞങ്ങളുടെ ചർച്ചിലേക്ക് വരുന്നത്. ദേവദാസി ബോംബെയിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്നു. ആ ഒരു ഞായറാഴ്ച ഒഴിവുള്ളത് കൊണ്ട് എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ചർച്ചിൽ ഈ സൺഡേയിൽ ശുശ്രൂഷിക്കാൻ ദേവദാസിയെ വിടട്ടെ? സന്തോഷത്തോടെ സ്വീകരിച്ചു. ചെറിയ ചർച്ചാണ്, 10-12 പേരേ ഉള്ളൂ. കർത്താവിൻ്റെ ദാസി അതൊന്നും നോക്കാതെ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ശുശ്രൂഷിച്ചു. മാത്രമല്ല, ചില അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ പ്രഖ്യാപിച്ചിട്ടാണ് പോയത്. അന്നത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, 10-12 പേരേ ഉള്ളൂ. അതിനകത്ത് ഞാനും എൻ്റെ മകനും മാത്രമാണ് പുരുഷ പ്രജയായിട്ട് ആ സഭയ്ക്കകത്തുള്ളത്. അതായത് 8 വയസ്സുകാരൻ എൻ്റെ മകനും ഞാനും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കുറേ പ്രായമുള്ള അമ്മച്ചിമാരും കുറേ സഹോദരിമാരും ഒക്കെ വരുന്ന ഒരു കുഞ്ഞു സഭ. ഈ ദേവദാസിക്ക് ഈ ചർച്ചിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒത്തിരി ഹൃദയം പൊട്ടി. ലിറ്ററലി കണ്ണുനീരോടുകൂടെ ആ ശുശ്രൂഷയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ സഭയ്ക്ക് പുരുഷ പ്രജകളെ നീ കൊടുക്കണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മാസങ്ങൾക്കുള്ളിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ചർച്ചിൽ യൗവനക്കാർ, പുരുഷ പ്രജകൾ കൂട്ടമായി വരുവാൻ തുടങ്ങി. കുറേ മാസങ്ങൾക്കകം സ്ത്രീകളുടെ സംഖ്യയേക്കാൾ അധികം പുരുഷന്മാർ ഉള്ള ഒരു ചർച്ചായി ഞങ്ങളുടെ ചർച്ച് വളർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ആ ചെറിയ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്ന് അതിലും വലിയൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലേക്ക്, അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന സ്ഥലത്തേക്ക് ദൈവം ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. സഭ വളർന്നുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ടുള്ള എൻ്റെ വലിയ ഒരു ആഗ്രഹം, പണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ച് ദൂത് പറഞ്ഞ ഈ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസി, ആ ദൈവദാസിയെ ഒന്നുകൂടെ ചർച്ചിൽ കൊണ്ടുവരണം. കാരണം പണ്ട് 12 പേരെ നോക്കി ഹൃദയം നുറുങ്ങി, കർത്താവെ, ഈ സഭയെ വളർത്തണമെന്ന് കണ്ണുനീരോട് പ്രാർത്ഥിക്കുകയും പ്രവചനദൂത് കൈമാറുകയും ചെയ്തതല്ലേ ദൈവം ആ വാക്കുകളെ, വാഗ്ദത്തങ്ങളെ നിവർത്തിച്ചത്? ആ ദേവദാസിയും ഒന്ന് കാണേണ്ടതില്ലേ? ഈ കഴിഞ്ഞ ദിവസം പിന്നെയും ദേവദാസി ബോംബെയിൽ വന്നു. ഞങ്ങളുടെ ചർച്ചിൽ ഇന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി എത്തി. ഞാൻ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 15 വർഷത്തിന് ശേഷം അന്നുള്ള 12-ൽ നിന്ന് ഒരു 15 ഇരട്ടിയെങ്കിലും ദൈവം സഭയെ വളർത്തിയിരിക്കുന്നു. നന്ദി ദൈവത്തോട് പറയുന്നു. അന്ന് കണ്ണുനീരോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിച്ച ദൈവദാസിയോട് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസിയെ? കർത്താവിൻ്റെ ദാസി റംല തോമസ് ആണ്. റംല തോമസിൻ്റെ സാക്ഷ്യവും മറ്റും നമ്മുടെ ചാനലിലുണ്ട്. എന്നാൽ ഞങ്ങളുടെ ചർച്ചിൽ ഈ സൺഡേയിൽ ഇന്നും പിന്നെയും സാക്ഷ്യവും അനുഭവമൊക്കെ പറഞ്ഞു. അത് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഞാനൊരു ചെറിയ ക്ലിപ്പ് കാണിക്കുകയാണ്. ഈ പ്രാവശ്യം ഞങ്ങളുടെ ചർച്ചിനെ കുറിച്ച് റംല സിസ്റ്റർ പണ്ട് പ്രവചിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനയോടുകൂടെ പറഞ്ഞ ചില പ്രവചന ദൂതുകൾ. ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ എത്ര വിശ്വസ്തനാണെന്ന് ഒരിക്കൽ കൂടി പറവാനും ദൈവത്തോടും നമ്മുടെ കൂടെ നടന്ന് നമ്മളെ കൈത്താങ്ങിയവരോട് നന്ദി പറയാൻ വേണ്ടിയൊക്കെയാണ്. കർത്താവിലെയും സഹായിക്കട്ടെ. ഈ കുഞ്ഞ് വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഈ സഭയിൽ വലിയൊരു ഉണർവ് നടക്കും. इस कलीसिया के अंदर एक बहुत बड़ी जागृति, ഒരു വലിയ ശുദ്ധീകരണം നടക്കും. एक बहुत बड़ा शुद्धिकरण होगा. വലിയൊരു ഏറ്റുപറച്ചിൽ നടക്കും. एक बहुत बड़ा कन्फेशन होगा. സകല ചപ്പും ചവറും വലിച്ചെറിഞ്ഞ് सारा कूड़ा कचरा को फेंक कर കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചിലർ ഇറങ്ങുന്ന കാഴ്ച परमेश्वर की सेवा के लिए कुछ लोग निकलते हुए പരിശുദ്ധാത്മാവിൽ കാണുകയാണ്. एक दर्शन पवित्र आत्मा में देख रही हूँ. പരിശുദ്ധാത്മാവിൽ
കാണുകയാണ്. पवित्र आत्मा में देख रही हूँ. ചില സഹോദരിമാരെ ഇറക്കും, कुछ बहनों को परमेश्वर उतारेगा, സഹോദരന്മാരെ ഇറക്കും. भाइयों को उतारेगा. ഒറ്റയ്ക്കല്ല, अकेले नहीं, കൂട്ടം കൂട്ടമായി, झुंड झुंड में, കൂട്ടം കൂട്ടമായി झुंड झुंड में. കർത്താവിന്റെ നാമത്തിനു വേണ്ടി परमेश्वर के नाम के लिए ഈ സഭ വളരട്ടെ. ये कलीसिया बढ़ने पाए. ഞാൻ വീണ്ടും ഇന്ന് പകൽക്കാലം मैं वापस इस सुबह के समय എന്റെ ഹൃദയം നിറഞ്ഞ് अपने हृदय भर कर ഞാൻ യേശുവിന്റെ നാമത്തിൽ यीशु के नाम से ഞാൻ അനുഗ്രഹിക്കുകയാ. मैं आशीषित करती हूँ. കൂട്ടം കൂട്ടമായ ആത്മാക്കൾ ജനിക്കട്ടെ. झुंड झुंड करके आत्माएं की जन्म होने दे. കൂട്ടം കൂട്ടമായ ആത്മാക്കൾ ജനിക്കട്ടെ. झुंड झुंड में आत्माओं जन्म होने दे. ഒരു ഭാഗത്ത് നിയമം നമുക്ക് പ്രതികൂലമാണ്, एक तरफ नियम हमारे खिलाफ है, പക്ഷെ ദൈവത്തിനൊരു കാര്യവും लेकिन परमेश्वर के लिए कोई भी बात അസാധ്യമല്ല. असंभव नहीं है. നമ്മൾ സമർപ്പിച്ചാ മതി, हम समर्पण करना काफी ദൈവം है. ഉപയോഗിക്കും. परमेश्वर इस्तेमाल करेंगे. ഞാൻ എന്റെ 15ാമത്തെ വയസ്സിൽ സമർപ്പിച്ചതാ. मैं मेरे 15वां उम्र पर मैंने समर्पण किया था. ഇതുവരെ ദൈവം നടത്തി. अभी तक परमेश्वर ने मुझे चलाया.